നമസ്കാരം. അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയൊരു കുതിച്ചുകയറ്റം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. മിക്കവാറും അരി ഉൾപ്പെടെ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില ഉയർന്നു വരികയാണ്. കൂട്ടത്തിൽ മാംസങ്ങളുടെ ഐറ്റത്തിൻ്റെ വിലകളും വലിയ തോതിൽ ഉയർന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മാംസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബീഫ് തന്നെയാണ്. ആ ബീഫിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു ഒരു വ്യത്യാസം വരാൻ പോവുകയാണ്. കാരണം ബീഫിൻ്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വില ഉയരുന്നതിനുള്ള എല്ലാ സാധ്യതയും മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇപ്പോൾ 350 മുതൽ 380 വരെയാണ് കേരള മാർക്കറ്റിൽ ഇപ്പോൾ കിലോയ്ക്ക് ബീഫിൻ്റെ വില. അത് 400 രൂപയ്ക്കും മുകളിലേക്ക് എത്തും എന്നുള്ള സൂചനയാണ് നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബീഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന മൃഗങ്ങളുടെ ഒരു അവൈലബിലിറ്റി, മാർക്കറ്റിൽ അതിൻ്റെ ലഭ്യതക്കുറവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ആഭ്യന്തര മാർക്കറ്റിൽ ഏകദേശം ഈ വർഷം 2024 30 ലക്ഷം ടണ്ണിൻ്റെയെങ്കിലും ഉപയോഗം ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 2023 29 ലക്ഷം ടൺ ബീഫാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ ആവശ്യത്തിനനുസരിച്ച് പോത്ത്, എരുമ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരുന്നതാണ് കാരണം. ഇതിനിടയിൽ ഇന്ത്യ വലിയ തോതിൽ ബീഫ് കയറ്റുമതി ചെയ്യുകയുമാണ്. 2023 കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്ത് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ രണ്ടാമതാണ്. ബ്രസീൽ മാത്രമാണ് ഇന്ത്യക്ക് മുമ്പിൽ നിൽക്കുന്നത്. 2023 ഇന്ത്യ ഏകദേശം 16 ലക്ഷം ടൺ ബീഫ് കയറ്റുമതി ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വർഷം 2024 അത് 17 ലക്ഷം മറികടക്കും എന്നും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ബീഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാംസാഹാരങ്ങളിൽ ഒന്നാണ്. ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന മാംസാഹാരങ്ങളിൽ ഒന്നാണ് ബീഫ്. അതിൻ്റെ ലഭ്യത കുറവുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ ബീഫിൻ്റെ വില മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. ബീഫ് വില കിലോയ്ക്ക് 400 രൂപ മറികടക്കും സമീപഭാവിയിൽ തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.